മതത്തിന്റെ പേരിൽ വേർതിരിവുകൾ സൃഷ്ടിച്ച് മനുഷ്യർക്കിടയിൽ മതിലുകൾ തീർക്കാൻ ശ്രമിക്കുന്ന പുതിയ കാലത്ത് സൗഹൃദത്തിന്റെ വിഭവങ്ങളുമായി ഒരു നോമ്പുതുറ. 37 വർഷം തുടർച്ചയായി വ്രതാനുഷ്ഠാനം നിർവഹിക്കുന്ന പ്രഭാകരനാണ് വീട്ടിൽ ഇഫ്താർ വിരുന്നും സ്നേഹസംഗമവും നടത്തി വേറിട്ട അനുഭവം സമ്മാനിച്ചത്. 37 വർഷമായി മുടങ്ങാതെ റമദാൻ നോമ്പെടുക്കുന്നുണ്ട് വളാഞ്ചേരി സ്വദേശി വെസ്റ്റേൺ പ്രഭാകരൻ. 1988 സുഹൃത്തും പത്രപ്രവർത്തകനുമായ മുഹമ്മദ് മുസ്തഫ എന്ന മുത്തുവിന്റെ പ്രേരണയിലാണ് റമദാൻ വ്രതം തുടങ്ങിയത്. 10 ദിവസത്തെ വ്രതമെടുക്കാമെന്ന് കരുതിയെങ്കിലും ഇപ്പോൾ 37ാം വർഷത്തിൽ എത്തി നിൽക്കുകയാണ്. ഇതിനിടയിൽ ചെറിയ ശസ്ത്രക്രിയയെ തുടർന്ന് വളരെ കുറച്ച് ദിവസത്തെ നോമ്പ് മാത്രമാണ് നഷ്ടപ്പെടുത്തിയത്. വ്രതമെടുത്ത് തുടങ്ങിയപ്പോൾ മനസ്സിനും ശരീരത്തിനും ഉന്മേഷം ലഭിച്ചു. ഇതാണ് വർഷങ്ങളോളം വ്രതം തുടരാൻ പ്രഭാകരനെ പ്രേരിപ്പിച്ചത്. ഞാൻ റംസാൻ വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് ഇത് 37ാമത്തെ വർഷമാണ്. 1988 ഞാൻ ആരംഭിക്കുന്നത്. എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ദേശാഭിമാനിയുടെ ഏജന്റായിരുന്നു മുഹമ്മദ് മുസ്തഫ, ഇപ്പോഴും ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രേരണയാണ്. അദ്ദേഹം ഒരു 10 ദിവസം നോമ്പെടുത്ത് നോക്കുക. അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ വർഷം ഒരു മാസം മുഴുവൻ നോമ്പെടുത്തു. പിന്നെ 4 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നോമ്പ് തുറ എന്ന നിലയ്ക്ക് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഇഫ്താർ വിരുന്ന് നടത്താറുണ്ട്, ഒരു കൂട്ടായ്മ സൗഹൃദ വിരുന്ന് നടത്താറുണ്ട്. ഇനി ഉള്ള കാലം അത്രയും ഇങ്ങനെ തന്നെ ചെയ്യാനും മുന്നോട്ട് പോകാനുമാണ് എനിക്കിഷ്ടം, താല്പര്യം. എല്ലാ വർഷവും ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആളുകളെ ഉൾപ്പെടുത്തി സ്വന്തം വീട്ടിൽ ഇഫ്താർ സംഗമവും പ്രഭാകരൻ നടത്താറുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി 17 വർഷം മുമ്പ് വളാഞ്ചേരിയിൽ ആരംഭിച്ച ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറത്തിന്റെ ചീഫ് കോർഡിനേറ്റർ കൂടിയാണ് പ്രഭാകരൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി ആംബുലൻസ്, ഫ്രീസർ, മരുന്ന് വിതരണം, ഡയാലിസിസ് സെന്റർ, ലൈബ്രറി, കൗൺസിലിംഗ്, കുടിവെള്ള വിതരണം, ഓക്സിജൻ വിതരണം, പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കൽ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ചെഗുവേര ഫോറം നടത്തി വരുന്നുണ്ട്. സ്നേഹസംഗമത്തിൽ പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ, ആബിദ് ഹുസൈൻ തങ്ങൾ MLA, സംവിധായകൻ ലാൽ ജോസ്, നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.